നമസ്തേ. ദ വീൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാരോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസണായിട്ടായിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഡയറക്റ്റായിട്ട്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 times ഔട്ട് നീ പറയാം. Rebirth, conditioning, no to nothingness, friendliness, change. Bottom of the deck, new vision. Please guide me, universe, and the viewers in the person, the current feelings in the sun card, Six of Swords, Knight of Swords, Ten of Swords, and Justice. Bottom of the deck, Five of Wands. Okay, see, നമ്മൾ കാർഡ്സ് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു ക്യൂക്ക് ആക്ഷനെ കുറിച്ചിട്ടാണ് ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നത്. ലൈക്ക് ഈ ഒരു റിലേഷനിൽ ഒരു ആക്ഷൻ എടുക്കണം എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കണം എന്ന്. ഓക്കെ, ഈ ഒരു ഐ തിങ്ക് നിങ്ങളുടെ ഇടയിൽ വഴക്കും പ്രശ്നങ്ങളും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയ്ക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല, ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ റിലേഷൻ എൻഡ് തന്നെ ആയിരിക്കാം. 10 months ആയിട്ടൊക്കെ നിങ്ങൾ ടോട്ടലി റിലേഷൻ എൻഡായി, ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ള ഒരു എനർജിയിലായിരിക്കും ഇവിടെ നിങ്ങൾ ഇരിക്കുന്നുള്ളത്. ഓക്കെ, അതും എനിക്കിവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഒരുപക്ഷെ ബിക്കോസ് ഓഫ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, ഈ റിലേഷനിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാം. അതിൽ നിങ്ങളെ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്യണം എന്നുള്ള ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തി ഓഫ് കോഴ്സ് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ഈ ഒരു വ്യക്തി നിന്നിട്ടുണ്ടാവും, നിങ്ങളെ ചൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടോ എന്നുള്ളൊരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഇങ്ങനെ ഉണ്ടായത് മാനിഫെസ്റ്റ് ആയിട്ടുണ്ടാവും നിങ്ങളുടെ റിലേഷനിൽ. അപ്പോൾ അതിനുശേഷം പിന്നെ ഇവിടെ ഈ റിലേഷൻ ടോട്ടലി എൻഡിങ് ഫേസിലേക്ക് പോയി. ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നു ഈ റിലേഷനിൽ ഫ്രണ്ട്ലെസ്സിൻ്റെ എനർജീസാണ്. ഐ തിങ്ക് ഇത് ഒരു സോൾ ടു സോൾ കണക്ഷൻ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ. ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഈ ഒരു കണക്ഷൻ എൻഡായിട്ടുള്ളത്. ഓക്കെ, സോ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഓഫ് കോഴ്സ് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഞാൻ മാത്രം ഈ ഒരു കണക്ഷനിൽ ശരിക്കും അവരെന്തോ വലിയൊരു സംഭവമാണ് എന്നുള്ള രീതിക്ക് ഞാൻ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളൊരു തോട്ട്സ് ഇടയ്ക്ക് ഈ ഒരു വ്യക്തിക്ക് വരാറുണ്ട്. ലൈക്ക് ഞാൻ ഒരു ഷുഗർ കോഡ്സ് റീഡിങ്സും ചെയ്യുന്നില്ല, ഈ ഒരു വ്യക്തിയുടെ കറക്റ്റ് തോട്ട്സും കാര്യങ്ങളുമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഷുഗർ കോഡ് റീഡിങ്സ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് വേറെ ചാനൽസ് പോയി കാണുകയും അവിടുത്തെ റീഡിങ്സ് ചെക്ക് ചെയ്യുകയും ചെയ്യാം. കാരണം നമ്മളെപ്പോഴും ജെന്യൂൻ ആയിട്ടുള്ള റീഡിങ്സ് ആയിരിക്കും ചെയ്യുന്നുള്ളത്. മിക്കവർക്കും നമ്മുടെ ചാനലിലെ മെയിൻ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാം, നമ്മൾ എന്ത് കണ്ടാലും അതുപോലെ തന്നെ പറയുന്നുണ്ടാവും കേട്ടോ. സോ അവർ എനർജീസ് അവരങ്ങനെയാണ് നിങ്ങളെക്കുറിച്ചിട്ട് ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നുള്ളത്. ലൈക്ക് എനിക്ക് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഒരു വിക്ടം റോളാണ് ഈ ഒരു വ്യക്തി ഇവിടെ പ്ലേ ചെയ്യുന്നത്. ലൈക്ക് ഞാനാണ് ഇവിടുത്തെ വിക്ടം, ശരിക്കും ഞാനാണ് ഇവിടെ ഗീവറായിട്ട് നിന്നിട്ടുള്ളത്, ഇവിടെ ടേക്കറായിട്ടാണ് നിന്നിട്ടുള്ളത്. എനിക്ക് ഒരുപക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങൾ തമ്മിലൊരു വഴക്കും പ്രശ്നങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷവും ഇവരെ തന്നെ സ്വാധീകരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ. ലൈക്ക് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഇല്ല, നിൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്, നിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഞാൻ പോയിട്ടുള്ളത്, നീയാണ് ട്രസ്റ്റ് ഇഷ്യൂസ് ക്രിയേറ്റ് ആവുന്നുള്ളത്, നിൻ്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആണ്, എല്ലാം ഒന്നുമില്ല എന്നുള്ള രീതിക്ക് നിങ്ങളെ അങ്ങ് ആ ഒരു എനർജിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആളുടെ ഭാഗത്തായിരിക്കും മിസ്റ്റേക്സ് ഉള്ളത്, പക്ഷെ അത് അവരൊരിക്കലും അംഗീകരിക്കുന്നുണ്ടാവില്ല. ഓക്കെ, ആ ഒരു എനർജീസും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഈ ഒരു കണക്ഷനിലാണെങ്കിൽ പോലും ഇവിടെ
ഇവർ ശരിക്കും സെൽഫ് ലവ് ചെയ്യണം എന്നുള്ള ഒരു എനർജിയിലാണ് ഇവിടെ ഇരിക്കുന്നുള്ളത്. കാരണം സെൽഫ് ലവ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാവുകയാണ്. അല്ലെങ്കിൽ ഇതുവരെ ഈ റിലേഷനെ കുറിച്ചിട്ട് നിങ്ങളെ ഈ ഒരു റിലേഷനിൽ ഈ ഒരു വ്യക്തി എങ്ങനെയാണോ ഇതുവരെ കണ്ടിട്ടുള്ളത്, ആ ഒരു എനർജിയിൽ നിന്ന് നെക്സ്റ്റ്, അതായത് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു വെർത്ത് എന്നുള്ളൊരു എനർജി ഉണ്ടല്ലോ, ഈ ഒരു റിലേഷനെ ആ ഒരു സ്റ്റേജിൽ നിന്ന് വേറൊരു സ്റ്റേജിലേക്ക് ജസ്റ്റ് ഇത് കാണാൻ ശ്രമിക്കുകയാണ്. അന്ന് നോക്കി കണ്ടതിനെ ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിലാണെങ്കിൽ ഇന്ന് ആ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ റിലേഷൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇവരുടെ ലൈഫിൽ എന്ന്. അല്ലെങ്കിൽ നിങ്ങളെന്നുള്ളൊരു വ്യക്തി എത്രമാത്രം ഈ റിലേഷൻ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു റിയലൈസേഷനിലാണ് ഈ ഒരു വ്യക്തി ഇന്ന് ഈ ഒരു ടൈമിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. ഓക്കെ, സോ എനർജീസും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓഫ് കോഴ്സ് ഈ ഒരു റിലേഷനിൽ ചില സമയത്ത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ടൈം വന്നിട്ടുണ്ടാവും, ചില സമയത്ത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ടൈം വന്നിട്ടുണ്ടാവും. ലൈക്ക് എപ്പോഴും നല്ലതും ചീത്ത, ഒരു ദിവസം ഒരു നല്ല ദിവസമാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഡേയ്സ് എപ്പോഴും ബാഡ് ആയിട്ടുള്ളൊരു ഡേ ആയിരിക്കും. അതായത് ഒരു ബാഡ് ആയിട്ടുള്ളൊരു എനർജീസ് ആയിരിക്കും സെക്കൻഡ് ഡേ എന്ന് പറയുന്നത്. അപ്പം അതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. അതായത് ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ, അല്ലെങ്കിൽ എപ്പോഴും സ്റ്റേബിളായിട്ട് ഈ ഒരു റിലേഷൻ നിൽക്കുന്നുണ്ടാവില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഈ ഒരു റിലേഷൻ എപ്പോഴും. മറ്റുള്ള റിലേഷനൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ലൈക്ക് ഇവരുടെയൊക്കെ റിലേഷൻ എത്രയും നന്നായിട്ടാണ് പോകുന്നത്, എനിക്കൊരു റിലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ റിലേഷൻ ഉണ്ട്, ഇല്ലേയും ചോദിച്ചാൽ ഇല്ല. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ ഒരു റിലേഷനിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ ഞാൻ അങ്ങനെയാണ് ക്യാരി ചെയ്തുകൊണ്ട് നടക്കുന്നത് എന്നുള്ളൊരു എനർജീസ് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. കാരണം അതിവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. എപ്പോഴും ഈ ഒരു വ്യക്തിയാണേലും ഇവരുടെ മൈൻഡിലാണേലും റിയലൈസേഷൻ ഉണ്ട് ഈ ഒരു കണക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്സ് ആണ് ഈ റിലേഷൻ, അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് ആണ് ഈ ഒരു വ്യക്തി എന്ന് ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ആ ഒരു റിയലൈസേഷൻ ഉണ്ടെങ്കിൽ പോലും ഇവരത്രയും ഒരു വാല്യൂ വേർത്ത് നിങ്ങൾക്ക് തരുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ലൈക്ക് ഇവിടെ ആണെങ്കിലും ശരി, ഈ ഒരു കാർഡ്സിൽ ഈ ഒരു വ്യക്തിയും ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വാട്ട് എവർ ദ സിറ്റുവേഷൻസ്, ഒരു പക്ഷേ അത് മോശമായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ആയിരിക്കാം. എന്തൊക്കെ സിറ്റുവേഷൻസ് ആണെങ്കിൽ പോലും ഈ ഒരു കണക്ഷനിൽ ഇപ്പം ഈ ഒരു ടൈമിൽ ചേഞ്ച് ആവശ്യമാണ്. ഇതിൽ ചേഞ്ച് കൊണ്ടുവരേണ്ട ആവശ്യമാണ്. അല്ല ഞാനെന്നുള്ള ഒരു വ്യക്തി ചേഞ്ച് ആവേണ്ടത് ആവശ്യമാണ് ഈ ഒരു ടൈമിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ചേഞ്ച് ആയേ പറ്റുള്ളൂ എന്നുള്ളൊരു എനർജി ഈ ഒരു വ്യക്തിക്ക് റിയലൈസേഷൻ ഉണ്ടാകുന്നുണ്ട്. കാരണം ഫസ്റ്റിലെ ഈ ഒരു വ്യക്തി റിലേഷനെ കണ്ടിട്ടുള്ളത് ലൈക്ക് എന്താ പറയുക, അത്രയും സീരിയസ് ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഞാനെന്നുള്ളൊരു ഭാവം ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവാം. അതായത് മറ്റുള്ളവരോട് എല്ലാ കാര്യത്തിനും അഭിപ്രായങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിലും, അല്ലെങ്കിൽ ഇവരുടെ പേഴ്സണാലിറ്റി അങ്ങനെയാണ്, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എല്ലാം ജസ്റ്റ് ഇവർക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളത്ര വലിയ പോരാ ഈ ഒരു കണക്ഷനിലാണെങ്കിലും, നിങ്ങളെ കഴിഞ്ഞും ബെറ്റർ ആയിട്ടുള്ളത് കിട്ടും എന്നുള്ളൊരു തോട്ട്സ് ആയിരുന്നു ഈ ഒരു വ്യക്തിക്ക് പാസ്റ്റിൽ ഈ റിലേഷനെ കുറിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് ചേഞ്ച് ആയിട്ട് ഈ ഒരു വ്യക്തി പിന്നെ ചിന്തിച്ചു ലൈക്ക് നോ, ഇതങ്ങനല്ല, ശരിക്കും എന്താ പറയുക, എനിക്ക് ആ ഒരു കണക്ഷനിലാണെങ്കിൽ പോലും അത് സംതിങ് സ്പെഷ്യലാണ്, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ പ്രീഷ്യസ് ആണ്. അതിനുശേഷം പിന്നീട് ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു തേർഡ് ലെവലിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എന്താ പറയുക, എനിക്ക് ഈ റിലേഷനിൽ ചേഞ്ച് വേണം, എനിക്ക് ഈ റിലേഷനിൽ ചേഞ്ച് കൊണ്ടുവന്നേ പറ്റുള്ളൂ. അതായത് എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും ഈ ഒരു ടൈമിൽ ഗ്രോത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, ചേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതെനിക്ക് ഇറ്റ് സെൽഫ് ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷനിൽ കൊണ്ടുവരേണ്ട ചേഞ്ചസ് ആയിരിക്കാം, വാട്ട് എവർ എന്താണെങ്കിലും എനിക്ക് ഈ റിലേഷനിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ ചേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്രോത്തും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു റിയലൈസേഷൻ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായോ? ആ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ യൂണിവേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസ് പാസ്റ്റിൽ എന്തും ആയിക്കോട്ടെ, അതൊരു പക്ഷേ സ്ലീപ്പി ആയിട്ടുള്ള ഒരു എനർജീസ് ആവാം, അല്ലെങ്കിൽ ഒരു എല്യൂഷനിലായിരിക്കാം നിങ്ങൾ നിന്നിട്ടുള്ളത്, നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാത്തൊരു എനർജീസിലായിരിക്കാം നിന്നിട്ടുള്ളത്, മറ്റുള്ളവർക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്ന ഒരു എനർജീസിലായിരിക്കാം നിന്നിട്ടുള്ളത്, നിങ്ങൾ എല്ലാത്തിനും മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് തേടിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജീസിലായിരിക്കാം നിന്നിട്ടുള്ളത്. വാട്ട് എവർ ദ സിറ്റുവേഷൻസ്, പാസ്റ്റിൽ എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും ഇറ്റ്സ് ടൈം ഫോർ ചേഞ്ച്. ഈ ഒരു ടൈമിൽ നിങ്ങളെ തന്നെ ചേഞ്ച് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നിങ്ങൾ ചേഞ്ച് ആയേ പറ്റുള്ളൂ, നിങ്ങൾ സെൽഫ് ലവ് ചെയ്തേ പറ്റുള്ളൂ. ഈ ന്യൂ വിഷൻ്റെ കാർഡ് നിങ്ങൾക്കും കൂടി ഗൈഡൻസ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇത് സെൽഫ് ലവിൻ്റെ കാർഡാണ്. മനസ്സിലായി? ഇത് നിങ്ങളുടേതായിട്ടുള്ളൊരു ലൈഫിനെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു വേർഷനെ ചേഞ്ച് ആയിട്ട് ഒരു ന്യൂ വേർഷനെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ന്യൂ വേർഷനെ ക്രിയേറ്റ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. ആ ഒരു ഗൈഡൻസ് ആണ് ഇവിടെ ഡിവൈൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ തരാൻ പോകുന്നുള്ളത്. ഓക്കെ, എനിക്കറിയാം നിങ്ങൾ മിക്കവരും വളരെ ഡൗൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. ഐ തിങ്ക് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആകും. ഈ ഒരു റീഡിങ്ങിൽ എൻഡ് വരെ നിങ്ങളത് കാണുക. ആ ഒരു എനർജീസും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്.
എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഓർത്ത് മനസ്സിലാക്കണം എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നുള്ളത്. ലൈക്ക് നിങ്ങളെപ്പോഴും നിങ്ങൾക്കൊരു വാല്യൂ കൊടുക്കാത്തൊരു എനർജിയിലാണ് നിൽക്കുന്നത്. നിങ്ങളെപ്പോഴും ചിന്തിക്കുന്നത് ലൈക്ക് ഇപ്പം നിങ്ങൾ ഈ റിലേഷനിലാണെങ്കിൽ പോലും നിങ്ങൾ ഇവരെ കുറിച്ചിട്ട് അല്ലെങ്കിൽ റിലേഷനെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ട്. ഒരാൾ മാത്രമാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഞാൻ അതിലൊരാൾ മാത്രമാണെന്നുള്ളൊരു തോട്ട്സാണ് നിങ്ങൾക്ക് ഈ റിലേഷനെ കുറിച്ചിട്ടും ഉള്ളത്. പക്ഷെ നിങ്ങൾ ആ ഒരു തോട്ട്സ് ചേഞ്ച് ചെയ്യണം. നിങ്ങൾ എല്ലാവരെ പോലെ ഒരാളല്ല. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളെ എല്ലാവരെ പോലെ ഒരാളായിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് സ്പെഷ്യൽ ആണെന്ന് നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങളെ ഗൈഡ് ചെയ്തിട്ടുണ്ടാകും. സോ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇവരുടെ ലൈഫിലുള്ള എല്ലാവരും അങ്ങനെ കുറേ ഓപ്ഷൻസ് ഈ ഒരു വ്യക്തിക്കുണ്ട് എന്നുള്ള ആ ഒരു എനർജിയിൽ എല്ലാവരെയും പോലെ ആകാതെ നിങ്ങൾ ഡിഫറെൻ്റ് ആവണം. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി, എൻ്റെ പേഴ്സണാലിറ്റി ഇതാണ്, ഇത് ഞാനാണ്, ഇതിൽ എനിക്ക് ഹെൽത്തി ബൗണ്ടറീസ് ഉണ്ട്, ഞാനെന്നുള്ളൊരു വ്യക്തിക്ക് ഒരു ക്യാരക്ടറുണ്ട് എന്നുള്ളൊരു റിയലൈസേഷനിൽ നിങ്ങൾ ഇരിക്കുക. അതാണ് ഇവിടെ മെയിൻ ഗൈഡൻസ് ആയിട്ട് നമുക്ക്. ഫസ്റ്റ് നമ്മൾ റീബർത്തിൻ്റെ കാര്യവും ഇത് തന്നെയായിരുന്നു പറഞ്ഞത്. സെക്കൻഡ് കാർഡ് കണ്ടീഷനിങ്ങിൻ്റെ കാർഡ്സിലും ഈ ഒരു ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരാനായിട്ടുള്ളത്. നിങ്ങൾ എന്താണോ അതിലേക്ക് ഇരിക്കുക. ഓക്കെ, തേർഡ് ഗൈഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ, ഓഫ് കോഴ്സ് എത്ര പേർക്ക് എനിക്കറിയില്ല, നിങ്ങൾക്ക് വല്ല സോൾ ലെവൽ കണക്ഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ലൊരു സ്ട്രോങ് സോൾ കണക്ഷൻ, സോൾമേറ്റ്സ് വൈബ് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ആ ഒരു എനർജീസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സണായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സോൾ ടു സോൾ കണക്ഷൻ അതെങ്ങും പോകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ ഒരിക്കലും ഇല്ലാണ്ടാവുന്നില്ല എന്നുള്ളൊരു റിയലൈസേഷനിലേക്ക് നിങ്ങൾ വരേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സോൾ കണക്ഷൻസ് ഒരിക്കലും ഇല്ലാണ്ടായി പോകുന്നില്ല എന്ത് സിറ്റുവേഷൻസ് വന്നെന്ന് പറഞ്ഞാലും. ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരു കണക്ഷൻ സോൾ കണക്ഷൻ അല്ലെങ്കിൽ പോലും ഈ ഒരു കണക്ഷൻ വളരെ സ്പെഷ്യലാണ് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുള്ളതിൽ എന്തെങ്കിലും ഇതിലൊരിക്കലും ഒരു നെഗറ്റീവ് പർപ്പസ് ഒന്നുമല്ല നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തതിന് ഉള്ളത്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിങ്സ് ആണ്. ഞാൻ ക്ലിയർ ആയിട്ട് പറയാണ്, നിങ്ങൾ ടോക്സിക് റിലേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്, ഈ ഒരു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പേഴ്സണൈസ് ഒരു റീഡിങ് ബുക്ക് ചെയ്യുക. എൻ്റെ അടുത്ത് ബുക്ക് ചെയ്യല്ല, വേറെ ആരുടെങ്കിലും അടുത്ത് ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ റീഡിങ്, പേഴ്സണൽ റീഡിങ്സ് എന്താണ് എന്നുള്ളത് നിങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സോ ആ ഒരു എനർജീസ്, അപ്പം അങ്ങനെ ഒരു ഫ്രണ്ട്ലിനെസ് എന്നുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവരും ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. മനസ്സിലായി? ഈ ഒരു കണക്ഷൻ, ആ ഒരു ഫ്രണ്ട്ലിനെസ്, അതായത് ഇവർക്കൊരു നിർവചനങ്ങൾ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു നെയിമൊന്നും കൊടുക്കാൻ പറ്റില്ല ഈ ഒരു റീഡിങ്ങിൽ. ലൈക്ക് നെയിം കൊടുക്കാൻ പറ്റില്ല ഈ ഒരു റിലേഷന്. മനസ്സിലായി? ആ ഒരു എനർജീസാണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ അടുത്തു നിന്നും ഫീൽ ചെയ്യുന്നുള്ളത് നിങ്ങളുടെ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട്. ബാക്കിയുള്ള കാർഡ്സ് കൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഡെയിലി റീഡിങ്സ് ഒക്കെ ഇടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം ഈ റീഡിങ്സിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും സെൽഫ് ലവ് ചെയ്യുക. ഇപ്പോൾ ആയിട്ടുള്ള സിറ്റുവേഷനെ നിങ്ങൾ മസ്റ്റായിട്ടും ചേഞ്ച് ചെയ്യാതെ. ഐ തിങ്ക് ഇവിടെ ഈ റീഡിങ്സ് കണ്ടിട്ടുള്ള മിക്ക ആളുകളും നിങ്ങളുടെ ആ ഒരു പഴയ സിറ്റുവേഷൻ ചേസിങ് എനർജി ഇത് ചേഞ്ച് ആയി നിങ്ങൾ സെൽഫ് ലവിലേക്ക് എത്തിയിട്ടുണ്ട്. ഐ നോ ദാറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോഡിപ്പെറ്റൻസി ഇല്ല, എനിക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാരണം ഒത്തിരി ആളുകൾ എന്നോട് പറയാറുണ്ട് ലൈക്ക് റീഡിങ്സ് ഒത്തിരി യൂസ്ഫുള്ളാണ്, അവർക്ക് ചേഞ്ച് ആവാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഒരു മെയിൻ പർപ്പസും അത് തന്നെയാണ്. ഞാൻ അതിനാണ് നിങ്ങളോട് ഇത്രയും കിടന്ന് ഞാൻ ഇങ്ങനെ വായിട്ടലക്കുന്നത്. നിങ്ങൾ ചേഞ്ച് ആവുക, സെൽഫ് ലവ് ചെയ്യുക, പ്രയോറിറ്റൈസ് യുവർ സെൽഫ് ഫസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും ലോ ഓഫ് അട്രാക്ഷനും ഇത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നൊടിയിടയിൽ എന്ത് കാര്യവും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സോളിനെ മാനിഫെസ്റ്റ് ചെയ്യാം, എന്തെങ്കിലും ഒരു ഡിസയർ മാനിഫെസ്റ്റ് ചെയ്യാം, മണി മാനിഫെസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ എല്ലാ പ്രോസ്പെരിറ്റീസും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ പക്ഷേ അതിനെല്ലാം ഉള്ള ഒരു കീ എന്താണ്? സെൽഫ് ലവ് ആണ്, സ്പിരിച്വാലിറ്റി ആണ്. സോ സ്പിരിച്വാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് ഒരു സ്പിരിച്വാലിറ്റി, യൂണിവേഴ്സ്, ലോഡ്, ആ ഒരു എനർജീസ് അല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ റിലീജിയസ് ബേസും സ്പിരിച്വാലിറ്റി തന്നെയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ എപ്പോഴും 24 hours പ്രേയേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്പിരിച്വാലിറ്റിയുടെ ഒരു ഭാഗമാണ്. പിന്നെ എപ്പോഴും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സൈഡും സ്പിരിച്വൽ സൈഡ്സിനെയും ബാലൻസ് ചെയ്യാനായിട്ട് എപ്പോഴും നിങ്ങൾ ശ്രമിക്കുക. ബിക്കോസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒത്തിരി സ്പിരിച്വൽ ആവാൻ പാടില്ല, ഒത്തിരി മെറ്റീരിയലിസ്റ്റിക് ആവാൻ പാടില്ല. ഇന്ന് ഞാൻ ബാലൻസ് അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ മെറ്റീരിയൽ സൈഡും അതുപോലെ തന്നെ നിങ്ങളുടെ സ്പിരിച്വൽ സൈഡും കൂടി നിങ്ങൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. ഇന്നനെയാണ് ബാലൻസ്. ഐ ഡോണ്ട് നോ, ഇവിടെ 108 എന്നുള്ളൊരു
ഒരു നമ്പേഴ്സ് എനിക്കിവിടെ വരുന്നുണ്ട്. എനിക്കറിയില്ല, നിങ്ങൾ വെസ്റ്റപ്പം മന്ത്ര ചാൻറ്റ് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കാം 108 തവണ. അല്ലെങ്കിൽ 108ൻ്റെ മീനിങ് എന്താണ്? ഏഞ്ചൽ നമ്പേഴ്സ് കമൻറ്റ് ഡൗൺ ചെയ്യാം കേട്ടോ. ആർക്കും ഒരാൾക്ക് 108 ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഈ ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ 108 കാണുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ കണക്റ്റഡ് ആയിട്ടിരിക്കുകയാണ് ഈ ഒരു 108 എന്ന് പറയുന്നത്. 108 മീൻസ് ഇറ്റ്സ് എ യൂണിയൻ, ശിവാശക്തി യൂണിയനാണ് 108. 0 മീൻസ് യൂണിയനെയാണ് കാണിക്കുന്നുള്ളത്. പക്ഷെ നിങ്ങൾ 108ൻ്റെ മീനിങ്, ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ മീനിങ് എന്താണെന്ന് എന്നോട് പറയാം കമൻറ്റ് സെക്ഷനിൽ. ഞാൻ നോക്കുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് നമുക്കതെന്താ നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമ്മളത് കൂടുതലായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കറക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, it's time to release negativities, and the answers you needed are coming. So it's time to release negativity. നമ്മൾ ക്ലിയർ ആയിട്ട് മുമ്പേ കാർഡ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇറ്റ്സ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റീസ്. ബിക്കോസ് ഇവിടെ നമുക്ക് 2 കാർഡ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡും പറയുന്നത് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ശൂന്യത ആയിരിക്കും കാണുന്നുള്ളത്. 108ൻ്റെ തന്നെ 0യിൽ ശൂന്യതയാണ് കാണിക്കുന്നത്. 0 മീൻസ് അറ്റ് ദ സെയിം ടൈം യൂണിയൻ, ശിവശക്തി യൂണിയൻ. സോ ആ ഒരു എനർജീസ് വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 0 എനർജീസ് ആണ് കൂടുതലായിട്ടും കാണുന്നുള്ളത്. അപ്പം ഈ ഒരു 0യിൽ നിന്നും നിങ്ങൾക്കല്ലേ, നിങ്ങളിപ്പോൾ 0യിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു തോട്ട്സിൻ്റെ ഒരു ആവശ്യവും ഇല്ല. നിങ്ങളുടെ നെഗറ്റിവിറ്റീസിനെ റിലീസ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യം വേണമെങ്കിലും ഈ ഒരു സണ്ണിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് റേസ് ചെയ്യിപ്പിക്കാം. പക്ഷെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ എഫോർട്ട് എടുക്കണം. നിങ്ങൾ തന്നെ നെഗറ്റീവ് എനർജീസിനെ റിലീസ് ചെയ്യണം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അബൻഡൻസിനെ അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളത്. പിന്നെ നിങ്ങൾ ആ ഒരു എനർജിയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടേണ്ട എന്തെങ്കിലും, ഇപ്പോൾ റിലേഷൻഷിപ്പ് വേസ് ആയിരിക്കാം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടേണ്ടത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലായിരിക്കും നിങ്ങൾക്ക് ക്ലാരിറ്റി. എന്ത് ക്ലാരിറ്റി ആണോ നിങ്ങൾക്ക് വേണ്ടത്, ആ ഒരു ക്ലാരിറ്റി ഞൊടിയിടയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടാവും. ഓക്കെ, സോ അപ്പോൾ ഫസ്റ്റിലെ തന്നെ നിങ്ങൾ റിലീസ് ചെയ്യുക നെഗറ്റിവിറ്റീസിനെ. ഹാപ്പി ആയിട്ടിരിക്കുക, സെൽഫ് ലവ് ചെയ്യുക ആൻഡ് സെൽഫ് കെയർ ചെയ്യുക. അവർ എനർജീസ് കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർ ഈ റീഡിങ്സ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഡെയിലി റുട്ടൈൻസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇന്ന വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഡെയിലി റുട്ടൈൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. സെൽഫ് ലവിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിൽ ഒന്ന് ഡെയിലി റുട്ടൈൻസ് ആണ്. സെക്കൻഡ് വൺ എന്താണ്? സെക്കൻഡ് വൺ മീൻസ് സ്പിരിച്വാലിറ്റി. തേർഡ് കാര്യം എന്ന് പറയുന്നത് മെയിനായിട്ടും നമ്മളെപ്പോഴും നമുക്ക് വാല്യൂ കൊടുക്കുക, നമ്മുടെ ഇന്നർ ചൈൽഡിനെ ഹേർട്ട് ചെയ്യാതിരിക്കുക. ഇങ്ങനെ ഇത് പിന്നെ വാട്ടർ നന്നായിട്ട് എപ്പോഴും നമ്മുടെ ഇന്നർ ചൈൽഡ് മീൻസ് നമ്മളുടെ ഇന്നർ ചൈൽഡ് ഫുഡൊക്കെ മാക്സിമം നമ്മൾ കറക്റ്റ് ടൈമിൽ കഴിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ വാട്ടർ കുടിക്കുക നന്നായിട്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ. അപ്പം നമ്മൾ സെൽഫ് ലവ് പഠിക്കും. ഇതിൽ നമുക്ക് സെൽഫ് ലവിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗൈഡൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെൽഫ് ലവിൻ്റെ ഒരു സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നോ പ്രോബ്ലം നിങ്ങൾക്ക്. പക്ഷെ എനിക്കൊന്ന് മിക്കവരും ഇതിൽ ഇൻട്രസ്റ്റഡ് അല്ലെന്ന് തോന്നുന്നു. ഞാൻ ഇടയ്ക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അത് യൂസ്ഫുൾ ആയത് ആർക്കും അതൊരു യൂസ് അല്ല, അത് ആരും യൂസ് ചെയ്യുന്നില്ല, അത് ചോദിക്കുന്നതേ ഇല്ല. പിന്നെ ഞാൻ വിചാരിച്ചു അപ്പം നമ്മൾ യൂസ്ഫുൾ അല്ല, നിങ്ങളത് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ കിടന്നിട്ട് ഇങ്ങനെ പറയുന്നതുകൊണ്ട് കാര്യമില്ല അല്ലേ. എല്ലാത്തിൻ്റെയും നിങ്ങൾ എന്ത് കാര്യത്തിൻ്റെയും പുറകെ പോകുമ്പോൾ നിങ്ങൾ ചോദിക്കുക, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ആദ്യം ഒരു ചോദ്യം ചോദിക്കുക നിങ്ങളോട് തന്നെ. ഇന്നർ വോയിസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് നോ എന്നാണ് പറയുന്നതെങ്കിലും മസ്റ്റായിട്ടും നിങ്ങൾ ഫെയിലാണ് എന്ത് കാര്യം ചെയ്യാൻ പോയാലും. കാരണം നിങ്ങളെ സ്നേഹിക്കാതെ നിങ്ങൾക്ക് ഒരു കാര്യം അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. വൈബ്രേഷൻ എല്ലാം എനർജീസാണ്. നമുക്ക് എന്തിനെയും അട്രാക്ട് ചെയ്യാൻ എനർജി ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈ വൈബ്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലീസ് ഗൈഡ് മീ, ഗൈഡൻസ് പ്ലീസ് ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിനുള്ള എന്ത് ഗൈഡൻസ് ആണ്? ഫോർഗീവ്നെസ്, ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. ഈ 2 കാർഡ്സ് മതി നമുക്ക്. ഫോർഗീവ്നെസ്സിൻ്റെ കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പം ഫോർഗീവ്നെസ് എന്ന് പറയുമ്പോൾ ഫോർഗീവ് ചെയ്യാനോ അതിൻ്റെ ആവശ്യമുണ്ടോ മാഡം? ഫോർഗീവ് ചെയ്യേണ്ട ആവശ്യം എന്താ ഉള്ളത്? കാരണം അവളെന്നെ അത്രയും ഹേർട്ട് ചെയ്തിട്ട് പോയല്ലോ, അവനെന്നെ അത്രയും ഹേർട്ട് ചെയ്തിട്ട് പോയി. നിങ്ങൾ അവരോട് ഫോർഗീവ് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് നിങ്ങളെ തന്നെയാണ് ഹേർട്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ്. സോ ഫോർഗീവ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അത്രയും ഫ്രസ്ട്രേഷനും എനർജീസും വെച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഇന്നർ ചൈൽഡ് അത്രയും ഹേർട്ട് ആവുകയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ബ്ലെസ്സിങ്സിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ്.
അപ്പം നിങ്ങൾ പറയൂ എൻ്റെ ലൈഫിൽ ഒന്നും നടക്കുന്നില്ല, അവൾ പോയതിന് ശേഷം ഒന്നും നടക്കുന്നില്ല, എല്ലാം പ്രശ്നങ്ങളാണ്, ടിൻ ഫ്ലെയിം ജേണി ആണോ എന്നൊക്കെ എല്ലാവരും ചോദിച്ച് വരാറുണ്ട്. അതിന് മെയിൻ റീസൺ നിങ്ങൾക്ക് സെൽഫ് ലവ് ഇല്ല, നിങ്ങൾ തന്നെ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. എല്ലാ തടസ്സങ്ങളും ഒരാളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം എന്നില്ല, പക്ഷേ നിങ്ങളുടെ എനർജീസ് ക്ലിയർ അല്ല. ആ ടൈമിൽ നിങ്ങളുടെ എനർജീസ് നെഗറ്റിവിറ്റീസിനെ അട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ബ്ലോക്ക് നിങ്ങളുടെ ആ ഒരു അവരോടുള്ള ഒരു ഫ്രസ്ട്രേഷനും ആ നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി കൊണ്ട് നിങ്ങൾ ആ നെഗറ്റിവിറ്റീസിനെ എല്ലാം അട്രാക്ട് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫോർഗീവ് ചെയ്യാൻ പറ്റുന്നില്ല. ഏതൊരു വ്യക്തിയും ഫോർഗീവ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർഗീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഫേസ്റ്റിലെ തന്നെ നിങ്ങളുടെ സമാധാനമാണ്, നിങ്ങളുടെ ലൈഫിൽ ശാന്തിയാണ്. ഫോർഗീവ്നെസ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ സിറ്റുവേഷൻ വിൽ ഇമ്പ്രൂവ്. ഈ ഒരു സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആവും ഫസ്റ്റിൽ നിങ്ങൾ ഫോർഗീവ് ചെയ്യുക. ഓക്കെ, ലോകത്ത് ഇപ്പോൾ നിങ്ങൾ ഒരാളോട് ഫോർഗീവ് ചെയ്യാതിരുന്നത് കൊണ്ട് എന്താ കാര്യമായിരിക്കുന്നത്? നിങ്ങളത് ഓർത്തോർത്തോർത്തോർത്ത് ഡെയിലി നിങ്ങൾ വേദനിച്ചുകൊണ്ടിരിക്കും. ആ ഒരു വ്യക്തിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല, അവർ ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല ചില സമയത്ത് എന്നല്ല, അവൾ എന്നെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണോ, അവൻ എന്നെക്കുറിച്ച് അവരൊന്നും ചിന്തിക്കുന്ന കൂടി ഉണ്ടായില്ല. നിങ്ങളായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് അവരെക്കുറിച്ച് ചിന്തിച്ച് നെഗറ്റിവിറ്റീസ് ഒക്കെ അട്രാക്ട് ചെയ്ത് ഉള്ള പോസിറ്റിവിറ്റി കൂടി അങ്ങ് നശിപ്പിച്ച് കളയും, ആ ഒരു എനർജിയിലിരിക്കുന്നത്. ഓക്കെ, ഫോർഗീവ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, മാഡം ലൈഫ് ചേഞ്ച് ആയിട്ടോ എന്ന് പറയും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട്. ഓക്കെ, ഇന്നോട്ട് ഫോർഗീവ് ചെയ്യാൻ ശ്രമിക്കുക. ഫോർഗീവ്നെസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് പേപ്പറിൽ എഴുതി ഫോർഗീവ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സിറ്റുവേഷനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എനർജീസൊക്കെ ഞാൻ സ്ട്രഗിൾ ചെയ്യേണ്ടത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി നിങ്ങളെ വന്ന് ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മേ ബി അതൊരു ലെസൺ ആയിരിക്കാം, അല്ലെങ്കിൽ അത് പറയുമ്പോൾ ഡയലോഗ് അല്ല, അത് ശരിക്കും അതിൻ്റെ ഒരു ഫാക്റ്റാണ്. അത് ശരിക്കും അത് നിങ്ങളെ ആ സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ സോളിന് അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടും ഉണ്ടാവും ഓൾറെഡി. പക്ഷേ എന്നാലും ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനിയും വേണം എന്നുള്ള രീതിക്കാണ് എല്ലാവരും പുറകെ പോകുന്നത്, അല്ലേ? എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ലെസൺസ് കിട്ടുകയാണെങ്കിൽ ലേൺ ചെയ്യുക, സൈക്കിളിനെ ലൂപ്പിനെ ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും ഇപ്പം ചിലരുടെയൊക്കെ റിലേഷനിൽ നമുക്ക് ഫീൽ ചെയ്യും, ആദ്യം ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, ഒരു ബ്രേക്കായി, സെക്കൻഡ് റിലേഷനും ബ്രേക്കായി, തേർഡ് റിലേഷൻ ഓൾസോ അത് തന്നെ സംഭവിച്ചു, ബ്രേക്കായി. എന്തുകൊണ്ട് ബ്രേക്കാകുക? ഫസ്റ്റ് റിലേഷൻ്റെ ആ ഒരു ട്രോമ നിങ്ങളുടെ മനസ്സിൽ കിടക്കുകയാണ്, അതിൻ്റെ ലൂപ്പുണ്ട്, ആ ലൂപ്പിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്തില്ല ഇതുവരെ. അതുകൊണ്ട് സെക്കൻഡ് ടൈം നിങ്ങളുടെ ഉള്ളിൽ ആ ഫിയർ ഉള്ളതുകൊണ്ട് അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു, അത് നടന്നു, ആ മാനിഫെസ്റ്റേഷൻ. കൺഗ്രാറ്റ്സ്. തേർഡ് ടൈം നിങ്ങൾ റിലേഷനിലേക്ക് പോയി, ഈ ഒരു കാര്യം തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ട്, ആ ഒരു ഫിയർ വീണ്ടും നിങ്ങൾ ആ ട്രോമയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും സെയിം ലൂപ്പ് ക്രിയേറ്റ് ആയി. കൺഗ്രാറ്റ്സ്, എഗെയിൻ ദാറ്റ് റിലേഷൻഷിപ്പ് ബ്രേക്ക്. സോ ഓക്കെ, ഇതാണ് സംഭവം. ലൈഫ് എല്ലാം ഒരു എനർജീസാണ്, യൂണിവേഴ്സൽ എനർജീസാണ്. നിങ്ങൾ എന്ത് എനർജീസ് കൊടുക്കുന്നു അത് നിങ്ങൾക്ക് റിട്ടേൺ വരും, ഇവൻ ഇഫ് ഇറ്റ്സ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും കൂടി നിങ്ങളത് ഷെയർ ചെയ്യുക, അവർക്കും യൂസ്ഫുൾ ആവട്ടെ. സോ താങ്ക് യു സോ മച്ച്.